properties of the gradient. ഇനി നമ്മൾ ഗ്രേഡിയന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ സപ്പോസ് ദാറ്റ് del f of xy നോട്ട് ഈക്വൽ ടു 0. del f 0 ആകാത്ത കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇനി du f of xy നമ്മൾ എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയായിരുന്നു? del f ഉപയോഗിച്ച് del f of xy ഡോട്ട് u. സോ ഇതിനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? എ ഡോട്ട് ബി, രണ്ട് വെക്ടേഴ്സ് എയും ബി ആണെങ്കിൽ എ ഡോട്ട് ബിയെ നമ്മൾ എങ്ങനെയാണ് ബേസിക് ഡെഫിനിഷൻ? എ ബി കോസ് തീറ്റ ആണ്. അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എടുത്താൽ എ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ബി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ബി. അതായത് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എ ഇൻറ്റു ലെങ്ത് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് കൊടുക്കും. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ ആ അതേ ഡെഫിനേഷൻ ഉപയോഗിച്ച് ഇവിടെ del f of xy ഡോട്ട് യുവിന് ഞാൻ കൊടുത്ത എന്ത് വരും? ലെങ്ത് ഓഫ് del f of xy, ഈ നോം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലെങ്ത് എന്നാണ്. ലെങ്ത് ഓഫ് del f of xy ഇൻറ്റു ലെങ്ത് ഓഫ് യു ഇൻറ്റു കോസ് തീറ്റ. താഴെ കൊടുത്തിട്ടുണ്ട് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ del f of xy ആൻഡ് യു. ഇനി ഇവിടെ നോം യു ഉണ്ട്, അതായത് ലെങ്ത് ഓഫ് യു. ലെങ്ത് ഓഫ് യു എന്ന് പറഞ്ഞാൽ 1 ആണ്, കാരണം നമ്മൾ എടുക്കുന്ന യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. സോ അത് സൈഡ് എഴുതിയിട്ടുണ്ട്, നോം യു ഇസ് ഈക്വൽ ടു 1 ആസ് യു ഇസ് ദ യൂണിറ്റ് വെക്ടർ. സോ അതിന് 1 കൊടുക്കുമ്പോൾ ഇത് എന്താവും? ലെങ്ത് ഓഫ് del f of xy ഇൻറ്റു കോസ് തീറ്റ എന്നാവും. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? du f of xy is equal to length of del f of xy into cos theta എന്ന് കിട്ടി. del f of xy not equal to 0 ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത് ഉണ്ട്. ആ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ 3 പ്രോപ്പർട്ടീസ്, തീറ്റ ഓരോ വാല്യൂസ് എടുക്കുമ്പോൾ ഇത് എന്ത് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയത് ഇപ്പോൾ du f of xy is length of del f of xy into cos theta. ഇനി തീറ്റ 0 ആകുമ്പോൾ cos theta എന്താണ്? cos 0, that is 1. സോ ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താവും? du f ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ അത് ഒരു ജനറൽ പോയിന്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് ഒഴിവാക്കി അങ്ങ് എഴുതാണ്. ഓഫ് എക്സ് വൈ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ഞാൻ പെട്ടെന്ന് എഴുതാൻ വേണ്ടി du f എന്നത് എഴുതുന്നതേ ഉള്ളൂ. സോ du f എന്ത് കിട്ടും? ലെങ്ത് ഓഫ് del f ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്ത് കിട്ടും? du f ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് del f എന്ന് കിട്ടും. സോ ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുക? അറ്റ് ഈച്ച് പോയിന്റ് പി, ഏത് പോയിന്റ് എക്സ് വൈ ഇവിടെ കൊടുത്താലും അറ്റ് ഈച്ച് പോയിന്റ് പി ഇൻ ഇറ്റ്സ് ഡൊമൈൻ f increases most rapidly in the direction of the gradient vector del f at p. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇപ്പൊ du f ഉം ലെങ്ത് ഓഫ് del f ഉം സെയിം ആണ്. അതുകൊണ്ട് തന്നെ f ഇൻക്രീസ് ചെയ്യും. ഓക്കെ, രണ്ടും ഇപ്പൊ സെയിം. ഇപ്പൊ du f ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ കാരണം ഇപ്പൊ du f ഇസ് ഈക്വൽ ടു മൈനസ് del f ആണ് കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് പറയും? f ഡിക്രീസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്ലസ് അല്ലേ നമുക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? f increases most rapidly in the direction of the gradient vector. du f is equal to del f എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡയറക്ഷൻ ഏതാണ്? ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. കൂടാതെ ഇവിടെ f ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. f ഇൻക്രീസ് ചെയ്ത് ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കേസാണ് ഇവിടെ അറൈസ് ചെയ്യുന്നത്. du f is equal to length of del f എന്ന് വന്നപ്പോൾ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, തീറ്റ ഏതെടുക്കുന്നത് ഇവിടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, എഫ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുന്ന കേസ് ആണെങ്കിൽ അവിടെ എഫിന്റെ ഡയറക്ഷൻ എന്താവും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയന്റ് വെക്ടർ del f at p. സോ എഫ് ഇൻക്രീസ് ചെയ്താൽ അത് എപ്പോഴും ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? del f ന്റെ ഡയറക്ഷനിലായിരിക്കും വരിക. സോ അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് കേസ്, വെൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ, തീറ്റ പൈ എടുക്കുമ്പോൾ കോസ് തീറ്റ, കോസ് പൈ ഈസ് -1. സോ നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു, du f is equal to length of del f into cos theta. ഈ cos theta -1 ആയപ്പോൾ ഇത് എന്ത് കിട്ടി? മൈനസ് del f. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാൽ എഫ് ഇവിടെ എന്ത് ചെയ്യുക? മൈനസ് ഓഫ് del f എന്ന് വന്നുകൊണ്ട് തന്നെ എഫ് ഡിക്രീസ് ചെയ്യുവാണ്. എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് del f തന്നെയാണ് ഇവിടെ വരിക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസ്. ഈ കേസിൽ നമ്മൾ എന്താ പറയുക? എഫ് ഡിക്രീസ് ചെയ്യും. എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് del f at p. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി വന്ന ആ ഡയറക്ഷൻ എന്താണെന്ന്. എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി വരുന്ന കേസിൽ, മോസ്റ്റ് റാപ്പിഡ്ലി മീൻസ് മോസ്റ്റ് ഫാസ്റ്റ്ലി എന്നുള്ള മീനിങ് റാപ്പിഡ്ലി. ഓക്കെ, എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ഡയറക്ഷൻ ഏതാണ് അവിടെ? ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ, എഫ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷൻ ആണ്? മൈനസ് del f ന്റെ ഡയറക്ഷൻ ആണ്. എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f ഉം അതേപോലെ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് del f ആണ്. സോ ഇതാണ് അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് കേസ്, നമ്മളിപ്പം രണ്ട് തീറ്റ 0 എന്ന കേസും തീറ്റ പൈ ആവുന്ന കേസ്. ഇനി തീറ്റ ഈസ് ഈക്വൽ ടു π/2 വരുന്ന കേസിൽ എന്താണ്? കോസ് തീറ്റ എന്താവും? കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. സോ കോസ് തീറ്റ 0 ആണെങ്കിൽ du of f എന്ന് പറയുന്നത് നമ്മൾ ലെങ്ത് ഓഫ് del f ഇൻറ്റു കോസ് തീറ്റ എന്നല്ലേ എഴുതിയത്. കോസ് തീറ്റ 0 ആയപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്തായി? 0 ആയി. Hence, any direction u orthogonal to the gradient is a direction of zero change in f. So, ഇവിടെ f ന് du f directional derivative 0 ആണ്. Derivative എന്ന് പറഞ്ഞാൽ rate of change എന്നല്ലേ ആക്ച്വലി മീനിങ്. സോ ഇവിടെ f ന് 0 ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. കാരണം
ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ 0 ആണ് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് എഫ് ഇൻക്രീസ് ചെയ്യുവോ ഡിക്രീസ് ചെയ്യുവോ ഒന്നും സംഭവിക്കുന്നില്ല. എഫിന് നോ ചേഞ്ച് ആണ്, 0 ചേഞ്ച് ആണ്. ഓക്കെ, സോ അത് ഏത് കേസിലാണ്? ഈ തീറ്റ π/2 ആവുന്ന കേസിലാണ്. അതായത് ഹെൻസ് എനി ഡയറക്ഷൻ യു ഓർത്തോഗണൽ ടു ദ ഗ്രേഡിയന്റ്. സോ ഈ തീറ്റ എന്ന് പറയുന്നത് ഏത് തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു? ഡെൽ എഫും ഓക്കെ, നമ്മൾ എ ബി കോസ് തീറ്റ ഡെൽ എഫ് ഡോട്ട് യു എന്നല്ലേ വന്നത്. സോ അവിടെ ഡെൽ എഫിന്റെ യുവിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആയിരുന്നു തീറ്റ. സോ അവിടെ ഡെൽ എഫും യു ഇടയ്ക്കുള്ള ആംഗിൾ ഇപ്പം 90 ആണെന്നില്ല നമ്മൾ എടുത്തത്. 90 ആണ് മീൻസ് എന്താണ്? ഓർത്തോഗണൽ ആണ്. നമ്മൾ 90 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ വരുമ്പോഴാണ് നമ്മളത് ഓർത്തോഗണൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ യുവും ഗ്രേഡിയൻ വെക്ടറും ഓർത്തോഗണൽ ആവുന്ന കേസിൽ എന്താണ്? എഫിന് ചേഞ്ച് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. ഇതും അറിഞ്ഞിരിക്കണം. വെൻ യു ഇസ് ഓർത്തോഗണൽ ടു ദ ഗ്രേഡിയൻ, അതാണ് പറയുന്നത് ഹെൻസ് എനി ഡയറക്ഷൻ യു ഓർത്തോഗണൽ ടു ദ ഗ്രേഡിയന്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു തിയറമാണ്. ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടീസിലെ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. അതേപോലെ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് ആണ്. അതേപോലെ യുവും ഗ്രേഡിയൻ വെക്ടറും തമ്മിൽ ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ 0 ചേഞ്ച് ആണ് എഫിന്. ഓക്കെ, നെക്സ്റ്റ് തിയറം ഇവിടെ 3 കാര്യങ്ങളുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, let f be a function of either 2 variables or 3 variables. So 3 സ്പേസിലെയോ 2 സ്പേസിലെയോ ഫംഗ്ഷൻ ആയിക്കോട്ടെ. And let p denote the point. 2 സ്പേസിലാണെങ്കിൽ x0 y0, 3 സ്പേസിലാണെങ്കിൽ x0 y0 z0 റെസ്പെക്റ്റീവ്ലി. Assume that f is differentiable at p. f differentiable at p ആണെന്നും കൂടി നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സോ അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്ന ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇഫ് ഡെൽ എഫ് ഈസ് ഈക്വൽ ടു 0 അറ്റ് പി, then all directional derivatives of f at p are 0. നമ്മൾ ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ കേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എടുത്തത്. എങ്ങനെയായിരുന്നു? ഡെൽ എഫ് ഓഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന കേസായിരുന്നു ഇവിടെ പറഞ്ഞത്. ഇനി ഡെൽ എഫ് 0 ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഡി യു എഫിന്റെ ഇക്വേഷൻ ആക്ച്വലി എങ്ങനെയാണ്? ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു. ഡെൽ എഫ് 0 ആണെങ്കിൽ ഡയറക്ഷൻ ഡി യു എഫ് എന്താവും? ഇവിടെ 0 ആവും. ഓക്കെ, കാരണം ഇത് 0 വെക്ടർ അല്ലേ, ഇതിന്റെ കമ്പണൻസ് എല്ലാം 0. സോ യു ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 അല്ലേ വരുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും? ഡെൽ എഫ് ഈസ് ഈക്വൽ ടു 0. ഡെൽ എഫ് 0 ആവുന്ന കേസിൽ then all directional derivatives of f at p are 0. ഡി യു എഫ് എപ്പോഴും 0 ആയിരിക്കും. കാരണം ഡി യു എഫ് എടുക്കുമ്പോൾ ഏത് പോയിന്റ് പിയിൽ ഇട്ടാലും ഡെൽ എഫ് അവിടെ 0 ആയതുകൊണ്ട് തന്നെ ഡയറക്ഷൻ നമുക്ക് ഡി യു എഫ് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ അതാണ് പറയുന്നത് ഇഫ് ഡെൽ എഫ് ഈക്വൽ ടു 0 at p, then all directional derivatives of f at p are 0. അത് നമുക്ക് ഡി യു എഫ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു എന്ന് പറയുന്ന ഫോമുലയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസ് കൺസിഡർ ചെയ്യാണ്. അവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം. Then among all possible directional derivatives of f, the derivative in the direction of del f at p has the largest value. നമ്മൾ ഡെൽ എഫ് ഈ നോട്ട് ഈക്വൽ ടു 0 ആ കേസിലാണ് പറയുന്നത്. കാരണം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ നമ്മളിപ്പം നമ്മൾ ഡെൽ എഫ് 0 ആകാത്ത കേസിൽ നമ്മൾ ഓരോ പോയിന്റിലും നമ്മുടെ ഡൊമൈനിലെ ഓരോ പോയിന്റിലും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നിങ്ങൾ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഏത് പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ കിട്ടുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. Then among all possible directional derivatives of f at p, the derivative in the direction of del f at p has the largest value. del f ന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവിനാണ് ലാർജസ്റ്റ് വാല്യൂ വരുന്നത്. ഓക്കെ, നമ്മൾ ഫോർമുലയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. അപ്പൊ ആ യു എന്ന് പറയുന്നത് ആ ഡയറക്ഷൻ ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ലാർജസ്റ്റ് വാല്യൂ ആവുന്നതെന്നാണ് പറയുന്നത്. യു ആയിട്ട് നമ്മൾ ഡെൽ എഫ് ഒരു വെക്ടറാണ് നമ്മൾ പഠിച്ചു. യു ആയിട്ട് ഡെൽ എഫ് എന്ന് പറയുന്ന ഡെൽ എഫിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാലായിരിക്കും ലാർജസ്റ്റ് വാല്യൂ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് കിട്ടുക. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഫിക്സഡ് ആണ്. നമ്മൾ ഡയറക്ഷൻ മാറ്റി മാറ്റി കൊടുത്തിട്ട് യു എന്ന് പറയുന്ന വെക്ടർ മാറ്റി മാറ്റി കൊടുത്തിട്ട് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ കിട്ടുക യു ആയിട്ട് ഡെൽ എഫ് അല്ല. ഡെൽ എഫ് ഇപ്പൊ യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ ഡെൽ എഫിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് യു ആയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് കിട്ടുക അറ്റ് ദ പോയിന്റ് പി. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. Among all possible directional derivatives of f at p, the derivative in the direction of del f at p has the largest value. ഇനി ആ ലാർജസ്റ്റ് വാല്യൂ ഏതാണെന്നും കൂടെ പറയുന്നുണ്ട്. നമ്മളത് ഇവാലുവേറ്റ് ചെയ്യേണ്ട സാധാരണ രീതി ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാം. The value of this largest directional derivative is length of del f at p. So length of del f at the point p നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ അതായിരിക്കും ആ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ ആയിട്ടും വരുന്നത്. ഓക്കെ,
സോ ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലെങ്ത് ഓഫ് ഡെൽ എഫ്. അതേപോലെ ലാർജസ്റ്റ് വാല്യൂ ഡയറക്ഷൻ ഡെറിവേറ്റീവിന് അറ്റൈൻ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഡെൽ എഫിന്റെ ഡയറക്ഷൻ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് ഉണ്ട്. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വരുന്നതല്ലേ പറഞ്ഞത്, ഡെൽ എഫിന്റെ ഡയറക്ഷൻ. ഇനി ഇതേപോലെ സ്മോളസ്റ്റ് വാല്യൂ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് കിട്ടുന്നത് ഏത് ഡയറക്ഷനിലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, if del f not equal to 0 at p, then among all possible directional derivatives of f at p, the derivative in the direction opposite to that of del f at p has the smallest value. Del f ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്തെങ്കിൽ അതിനാണ് എന്താണ് സ്മോളസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടുക. സോ ദിസ് വാല്യൂ, ഇനി ആ സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്നും പറയുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ദി സ്മോളസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ് മൈനസ് നോം ഡെൽ എഫ് അറ്റ് പി ആണ്. സോ ലാർജസ്റ്റ് വാല്യൂ എന്തായിരുന്നു? നോം ഓഫ് ഡെൽ എഫ്. സ്മോളസ്റ്റ് വാല്യൂ എന്താണ്? മൈനസ് നോം ഓഫ് ഡെൽ എഫ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാലേ ഇനിയുള്ള പ്രോബ്ലംസ്, ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. കൺസിഡർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ വിച്ച്. സോ ഇവിടെ രണ്ട് പാർട്ടുണ്ട്, എയും ബിയും. നമുക്ക് എ പാർട്ടിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിപ്പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് 1 1. സോ നമ്മൾ ഓൾറെഡി കണ്ടു, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ആണെങ്കിൽ ഫൈൻഡ് ദ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് ഏത് ഡയറക്ഷനിലാണ് ഈ കേസ് സംഭവിക്കുക? എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്തായിരുന്നു? ഡെൽ എഫ് ആണ്. ഓക്കെ, നമ്മളത് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്രേഡിയൻസിൽ കണ്ടു, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. അതേപോലെ എഫ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എയിൽ തന്നെ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏതാണ്? മൈനസ് ഡെൽ എഫ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ. സോ ഡെൽ എഫ്, അപ്പൊ എന്താണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 1 1 കണ്ടുപിടിച്ചാൽ മതി, ഇതിന്റെ ആൻസർ. അതേപോലെ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് ചോദിക്കുമ്പോൾ എന്താണ്? മൈനസ് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 1 1 കണ്ടുപിടിച്ചാൽ മതി. സോ അതാണ് ഡയറക്ഷൻ. ഓക്കെ, അതേപോലെ ഡയറക്ഷൻ എന്ന് പറയുന്ന കാരണം നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കണം, ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കൂടെ കണ്ടുപിടിക്കുക. ഡെൽ എഫ് ബൈ നോം ഓഫ് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 1 1 കൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ഗ്രേഡിയന്റ് ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചതേ ഉള്ളൂ. ഡെൽ എഫ് ഇവാലുവേറ്റഡ് അറ്റ് പി എങ്ങനെയാണ്? ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് പി ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് പി ജെ. ഇത് ഫംഗ്ഷൻ ആദ്യം എഫ് ഇൻക്രീസസ് ആണ്. സോ അത് നമ്മുടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ദ ഫംഗ്ഷൻ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏതാണ്? ഡെൽ എഫ് അറ്റ് 1 1. 1 1 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോയിന്റ്. സോ ഡെൽ എഫ് അറ്റ് 1 1 ഇവാലുവേറ്റ് ചെയ്യണം. നമ്മളോട് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ഷൻ ഡെൽ എഫ് ആണെന്ന് പറഞ്ഞു, അറ്റ് 1 1. സോ എഫ് ഓഫ് എക്സ് വൈ എഴുതുന്നു, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. എഫ് എക്സ്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. അടുത്ത എഫ് എക്സ് ഓഫ് 1 1 കണ്ടുപിടിക്കുന്നു. അതേപോലെ എഫ് വൈ ഇവാലുവേറ്റ് ചെയ്യുന്നു, എഫ് വൈ ഓഫ് 1 1 കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഡെൽ എഫ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണം, ഡെൽ എഫ് അറ്റ് 1 1. അതായത് എഫ് എക്സ് ഓഫ് 1 1 ആയി, ഈ നൊട്ടേഷൻ കൊടുക്കണമെന്നില്ല, നിങ്ങൾ എഫ് എക്സ് ഓഫ് 1 1 അങ്ങനെ എഴുതിയാലും മതി. എഫ് എക്സ് ഓഫ് 1 1 ആയി പ്ലസ് എഫ് ഐ ഓഫ് 1 1 ജെ. എഫ് എക്സ് ഓഫ് 1 1 എഫ് ഐ ഓഫ് 1 1 1 ആണ്. സോ ഐ പ്ലസ് ജെ എന്ന് കിട്ടും. സോ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്, ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് നമ്മൾ എങ്ങനെ കാണിക്കും? ഏതാണ് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ ഡെൽ എഫ് വരെ ഇവാലുവേറ്റ് ചെയ്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെൽ എഫിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കൂടി ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടം വരെ ഡെൽ എഫ് ഓഫ് 1 1 വരെ ചെയ്ത് നിർത്തിയാലും തെറ്റൊന്നുമില്ല. എന്നാലും ഏറ്റവും സേഫ് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കൂടെ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്താണ്? ഡെൽ എഫ് ഓഫ് 1 1ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ്. സോ ഡെൽ എഫ് ബൈ നോം ഓഫ് ഡെൽ എഫ്. സോ ഐ പ്ലസ് ജെ ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ 1 ബൈ റൂട്ട് 2 ഐ പ്ലസ് 1 ബൈ റൂട്ട് 2 ജെ എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതായിരുന്നു? അതേതാണ്? എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് അറ്റ് 1 1 വിച്ച് ഈസ്. സോ നമ്മൾ ഡെൽ എഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷൻ, മൈനസ് ഡെൽ എഫ് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ഐ മൈനസ് ജെ എന്ന് വരും. നമുക്ക് ഡയറക്ഷൻ, നമ്മൾ ഓൾറെഡി ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആയിട്ട് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷൻ ഏതാണ്? മൈനസ് യു ആണ്. ഓക്കെ, ഒരു മൈനസ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ, യു എന്ന് പറയുന്ന വെക്ടറിന്. സോ വിച്ച് ഈസ്, ആ ഡയറക്ഷൻ ഏതാണ്? മൈനസ് യു. സോ ഇത് വരും മൈനസ് ഓഫ് 1 ബൈ റൂട്ട് 2 ഐ മൈനസ് ഓഫ് 1 ബൈ റൂട്ട് 2 ജെ. ഓക്കെ, സോ നമ്മൾ എ പാർട്ടിലെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ബി പാർട്ട് എന്താണ് പറയുന്നത്? വാട്ട് ആർ ദ ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ് അറ്റ് 1 1. സോ ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ്, എഫിന് ചേഞ്ച് ഒന്നും ഇല്ലാത്ത കേസ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടായിരുന്നു യുവും ഡെൽ എഫും തമ്മിൽ ഓർത്തോഗണലാകുന്ന കേസാണ് സീറോ ചേഞ്ച് വരുന്നത്. ഓക്കെ, അതേപോലെ ആ കേസിൽ എന്താണ് വരുന്നത്? ഡി യു എഫ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ അതാണ് സീറോ ചേഞ്ച് എന്ന് പറയുന്നത്. The directions n and minus n of zero change at 1 1 are the directions orthogonal to f.
ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് സീറോ ചേഞ്ച് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽ എഫും യുവും തമ്മിൽ ഓർത്തോഗണലാകുമ്പോൾ ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടർ നമുക്കറിയാം. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി ഡെൽ എഫ് എഴുതി വെച്ചിട്ടുണ്ട്. ഡെൽ എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അറ്റ് 1 1 എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും. സോ ഡെൽ എഫ് അറ്റ് 1 1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഡെൽ എഫ് അറ്റ് 1 1 ഓർത്തോഗണൽ ആയിട്ടുള്ള ഡയറക്ഷൻസിനെല്ലാം എന്ത് വരും? സീറോ ചേഞ്ച് വരും. ഓക്കെ, നമ്മൾ ആ പ്രോപ്പർട്ടീസിൽ കണ്ടായിരുന്നു യുവും ഡെൽ എഫും തമ്മിൽ ഓർത്തോഗണൽ ആകുമ്പോൾ സീറോ ചേഞ്ച്. സോ ഇപ്പൊ യുവും ഡെൽ എഫും തമ്മിൽ ഓർത്തോഗണൽ ആണെങ്കിൽ മൈനസ് യുവും ഡെൽ എഫും തമ്മിലും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. സോ യു എന്ന് പറയുന്ന ഡയറക്ഷൻ ഡെൽ എഫുമായിട്ട് ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈനസ് യുവും എന്തായിരിക്കും? ഡെൽ എഫുമായിട്ട് ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വെക്ടർ ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറായിട്ട് ഓർത്തോഗണൽ ആണെങ്കിൽ ഈ മൈനസ് യു എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്താലും എന്ത് തന്നെയായിരിക്കും? ഡെൽ എഫുമായിട്ട് ഓർത്തോഗണൽ ആയിരിക്കും. സോ ആ യു എന്ന് പറയുന്നതിന് പകരം ഞാൻ ജനറൽ ആയിട്ട് എൻ എന്ന് പറഞ്ഞ ആ വെക്ടർ എടുക്കുകയാണ്. ഓക്കെ, ദ ഡയറക്ഷൻസ് എൻ, കാരണം ഇവിടുത്തെ യു ആയിട്ട് ഒരു കൺഫ്യൂഷൻ വരണ്ട, അതുകൊണ്ട് ദ ഡയറക്ഷൻസ് എൻ ആൻഡ് മൈനസ് എൻ ഓഫ് സീറോ ചേഞ്ച് അറ്റ് 1 1 ആർ ദ ഡയറക്ഷൻസ് ഓർത്തോഗണൽ ടു എഫ്. സോ ഡെൽ എഫുമായിട്ട് ഓർത്തോഗണൽ ആയിട്ടുള്ള ഡയറക്ഷൻസിനാണ് സീറോ ചേഞ്ച് വരിക. അത് എന്നും മൈനസ് എൻ എന്ന് സപ്പോസ് ചെയ്യുവാണ്. ഇനി എൻ, അതാണ് ആ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു എന്ന് കൊടുത്തില്ല എന്നേ ഉള്ളൂ. യു എന്ന് കൊടുത്താൽ നേരത്തെ പ്രോബ്ലം ആയിട്ട് കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചാണ്. സോ എൻ എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ ജനറൽ ആയിട്ട് ഒരു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഇതിൽ എക്സും വൈയും കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഈ വെക്ടർ കിട്ടും. എൻ കിട്ടിയാൽ മൈനസ് എന്നും എഴുതാം. ഓക്കെ, ഇനി എൻ എന്താണ്? സപ്പോസ് ദാറ്റ് എൻ ഈസ് ഓർത്തോഗണൽ ടു യു. എന്നും ഡെൽ എഫും തമ്മിൽ ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഡെൽ എഫിന്റെ ഡയറക്ഷൻ ഏതാണ്? സോ അതാണ് ഞാൻ അവിടെ യു കൊടുക്കാൻ എൻ എന്ന് പറഞ്ഞെടുത്ത്. ഡെൽ എഫിന്റെ ഡയറക്ഷൻ ഏതായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? യു ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ എടുത്ത എന്നും ഡെൽ എഫും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കണം. അതായത് എന്നും ഡെൽ എഫിന്റെ ഡയറക്ഷനും തമ്മിൽ ഓർത്തോഗണൽ. സോ അതുകൊണ്ട് തന്നെ എന്നും യുവും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സപ്പോസ് ദാറ്റ് എൻ ഈസ് ഓർത്തോഗണൽ ടു യു. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണ്. സോ അതുകൊണ്ട് തന്നെ എൻ ഡോട്ട് യു സീറോ ആയിരിക്കും. സോ ഇവിടെ എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എക്സ് ഐ പ്ലസ് വൈ ജെ, യു എന്ന് പറയുന്ന 1/√2i പ്ലസ് 1/√2j. ഡെൽ എഫിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇത് ഈക്വൽ ടു സീറോ എന്ന് ഇക്വേറ്റ് ചെയ്ത് ഇവിടുന്ന് എക്സും വൈയും കണ്ടുപിടിക്കണം. സോ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1/√2 പ്ലസ് വൈ ഇൻറ്റു 1/√2 ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇവിടുന്ന് എക്സും വൈയും നമുക്ക് നോക്കി എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയറിയാം എക്സ് ആയിട്ട് ഞാൻ -1/√2ഉം വൈ ആയിട്ട് ഒരു +1/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഇക്വേഷൻ സീറോ ആവില്ലേ? കാരണം ഇവിടെ 1/√2 ഇൻറ്റു -1/√2, അതേപോലെ ഇവിടെ എന്ത് വരും? 1/√2 ഇൻറ്റു 1/√2, സൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ സീറോ ആവും. സോ എക്സ് ആയിട്ട് -1/√2, വൈ ആയിട്ട് 1/√2 കൊടുക്കണം. സോ എൻ എന്ന് പറയുന്ന വെക്ടർ എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ ആയിരുന്നു. സോ -1/√2i പ്ലസ് 1/√2j. സോ മൈനസ് എൻ എന്ന് പറയുന്ന വെക്ടർ ഏത് വരും? ഇതിന്റെ മൈനസ്. സോ 1/√2i മൈനസ് 1/√2j. സോ നമുക്കിപ്പോൾ കിട്ടി. സോ ഇത്രയേ ഉള്ളൂ ഓർത്തോഗണൽ. ഏതൊക്കെ ഡയറക്ഷനിലാണ് ഓർത്തോഗണൽ എന്ന് ചോദിച്ചാൽ ദോസ് ഡയറക്ഷൻസ് ദാറ്റ് ആർ എന്താണ്? ഓർത്തോഗണൽ ടു ഡെൽ എഫ് ആണ്. സോ അതിനെ ഇപ്പൊ എൻ എന്ന് പറയുന്നത് ഓർത്തോഗണൽ, യു എന്ന് പറയുന്നതിന് വരെ ഞാൻ എൻ എന്ന് എടുക്കുന്നുള്ളൂ. എൻ ഓർത്തോഗണൽ ടു ഡെൽ എഫ് ആണ്, മൈനസ് എൻ ഓർത്തോഗണൽ ടു ഡെൽ എഫ്. സോ രണ്ടും ഓർത്തോഗണൽ ആയതുകൊണ്ട് തന്നെ ഡെൽ എഫുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സീറോ. പക്ഷെ ഡെൽ എഫുമായിട്ടല്ല ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. എന്താണ്? ഡെൽ എഫിന്റെ ഡയറക്ഷനുമായിട്ടല്ലേ ഓർത്തോഗണൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എൻ ഡോട്ട് യു ആണ് അവിടെ സീറോ ആയിട്ട് എടുക്കുന്നത്. അത് സോൾവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let f of xy is equal to x square e raised to y. Find the maximum value of a directional derivative at -2 0 and find the unit vector in the direction of which the maximum value occurs. So ആദ്യത്തെ ക്വസ്റ്റ്യൻ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ ഒരു തിയറമായിട്ട് പറഞ്ഞപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഗ്രേഡിംഗ് കഴിഞ്ഞിട്ട് ഒരു തിയറം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മാക്സിമം വാല്യൂ ഓഫ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എവിടെയാണ് കിട്ടുന്നതെന്ന്. എവിടെയായിരുന്നു കിട്ടുന്നത് മാക്സിമം വാല്യൂ ഓഫ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ്? അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. ഡെൽ എഫിന്റെ ഡയറക്ഷനുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവിനാണ് മാക്സിമം വാല്യൂ കിട്ടുക. അതേപോലെ നമ്മളോട് ഇവിടെ ഏത് ഡയറക്ഷൻ ആണെന്നല്ലേ ചോദിച്ചാൽ മാക്സിമം വാല്യൂ ഏതാണ്? ആ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്തായിരുന്നു? ലെങ്ത് ഓഫ് ഡെൽ എഫ് ആയിരുന്നു. ഓക്കെ, അപ്പം മറന്നു പോയെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? ദ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫിനാണ് ലാർജസ്റ്റ് വാല്യൂ. ആ ലാർജസ്റ്റ് വാല്യൂ എന്താണ്? ലെങ്ത് ഓഫ് ഡെൽ എഫ് ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് -2 0 എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത് ഓഫ് ഡെൽ എഫ് കണ്ടുപിടിക്കുക അറ്റ് ദ പോയിന്റ് -2 0. ഓക്കെ, സോ ഡെൽ എഫ് കണ്ടുപിടിക്കുക, ഡെൽ എഫ് അറ്റ് -2 0 കണ്ടുപിടിക്കുക, ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എഴുതുന്നു, എക്സ് സ്ക്വയർ ഇ റൈസ് ടു വൈ. ഡെൽ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എഫ് എക്സ് വാല്യൂവേറ്റ് ചെയ്യുന്നു, എഫ് ഐ വാല്യൂവേറ്റ് ചെയ്യുന്നു, അറ്റ് ദ പോയിന്റ് 2 0 രണ്ടും ഇവാല്യൂവേറ്റ് ചെയ്യുന്നു.
ഇനി del f of minus 2 0 എങ്ങനെയാണ് fx of minus 2 0 i plus fi of minus 2 0 j. സോ ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വെക്ടർ എഴുതുന്നു. ഇനിയിപ്പോൾ എന്താണ് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, അതാണ് ലാർജസ്റ്റ് വാല്യൂ. സോ ലെങ്ത് ഓഫ് del f of minus 2 0 എന്ത് വരും, ഈ വെക്ടറിന്റെ ലെങ്ത് റൂട്ട് ഓഫ് മൈനസ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, സോ അത് 4 റൂട്ട് 2 നമുക്ക് കിട്ടും. സോ ഇതാണ് ആ മാക്സിമം വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു, എന്ത് കിട്ടി, 4 റൂട്ട് 2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഓക്കേഴ്സ്. സോ ഈ മാക്സിമം വാല്യൂവിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ വരുന്നത് ഏത് ഡയറക്ഷനിലാണെന്നാണ് പറഞ്ഞത്, del എഫിന്റെ ഡയറക്ഷനിലാണെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ del എഫ് അറ്റ് ദ പോയിന്റ് -2 0 ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അതായത് del എഫ് ബൈ ലെങ്ത് ഓഫ് del എഫ്, അതല്ലേ ഡയറക്ഷൻ വരിക. del എഫിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അല്ലേ വേണ്ടേ. മാക്സിമം വാല്യൂ ഒക്കെ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തിയറത്തിൽ നിന്ന് കിട്ടി del എഫിന്റെ ഡയറക്ഷനിലാണ്. സോ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ മീൻസ് എന്താണ്, del എഫ് ബൈ ലെങ്ത് ഓഫ് del എഫ്. സോ അതാണ് ഇവിടെ പറയുന്നത്, ബൈ തിയറം ഫോർ the maximum value occurs in the direction of del f of -2 0. So unit vector in this direction എന്താണ്, u is u എന്ന് കൊടുത്താൽ del f of -2 0 by length of del f of -2 0. del f of -2 0 എന്ന് പറയുന്ന വെക്ടർ -4i plus 4j by അതിന്റെ ലെങ്തും കിട്ടിയിട്ടുണ്ട് 4 root 2. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -1/√2i plus 1/√2j. ഓക്കെ, ആ തിയറംസ് നമ്മളിപ്പോൾ പറഞ്ഞ ആ റിസൾട്ട്സ് എല്ലാം, അതായത് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലിയുടെ ഡയറക്ഷൻ, അതേപോലെ ഓർത്തോഗണലാകുമ്പോൾ സീറോ ചേഞ്ച്, അതേപോലെ അതിനുശേഷം വരുന്ന ഈ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അതിന്റെ ഡയറക്ഷൻ, അതേപോലെ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അതിന്റെ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റൂ. സോ അത് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ ഡി എഫ് ബൈ ഡി എസ് if f of x y z is equal to x square plus y square minus z at the point 1 4 2. സോ ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. കാരണം എന്താ, ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് 1 4 2. സോ ആ അറ്റ് ദ പോയിന്റ് 1 4 2 എന്ന് പറയുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് വരുന്നതെന്ന്, ഡയറക്ഷണൽ ഡെറിവേറ്റീവിനും ഏത് പോയിന്റിലാന്നല്ല, വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം പോസിബിൾ വാല്യൂ ഏതാണെന്ന്. മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്, ലെങ്ത് ഓഫ് del f അറ്റ് ദ പോയിന്റ് ഏതാണ് ഇവിടെ 1 4 2. സോ അതാണ് പറയുന്നത്, ലെങ്ത് ഓഫ് del f ഗീവ്സ് ദ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് df ബൈ ds. ആ തിയറത്തിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് കിട്ടുക. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം അത് തന്നെയായിരുന്നു മാക്സിമം വാല്യൂ. സോ del f അറ്റ് ദ പോയിന്റ് എന്ത് ഇവാലുവേറ്റ് ചെയ്താൽ മതി, 1 4 2. എന്നിട്ട് അതിന്റെ ലെങ്ത് del f അറ്റ് ദ പോയിന്റ് 1 4 2 കണ്ടുപിടിച്ചിട്ട് അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ്, എഫ് എക്സ് എഫ് ഐ എഫ് ഇസഡ് എഴുതുന്നു. അറ്റ് ദ പോയിന്റ് 1 4 2 ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് del എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, del എഫ് ഓഫ് 1 4 2 ഇസ് എഫ് എക്സ് ഓഫ് 1 4 2 ഐ പ്ലസ് എഫ് ഐ ഓഫ് 1 4 2 ജെ പ്ലസ് എഫ് ഇസഡ് ഓഫ് 1 4 2 കെ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് del എഫ് കിട്ടുന്നു, ലെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് മാക്സിമം വാല്യൂ √69. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് വളരെ ഒരു രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. The temperature of points in space is given by f of x y z is equal to x square plus y square minus z. സോ സ്പേസിലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിട്ടാണ് എഫ് കൊടുത്തിരിക്കുന്നത്. സോ അതിനെ എഫ് വെച്ചാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചറിനെ. എഫ് ഓഫ് എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എ മോസ്കിറ്റോ ലൊക്കേറ്റഡ് അറ്റ് 1 1 2, ഒരു മോസ്കിറ്റോ 1 1 2 എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. ഡിസൈഡ്സ് ടു ഫ്ലൈ ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് കൂൾ ആസ് സൂൺ ആസ് പോസിബിൾ. ആ മോസ്കിറ്റോ 1 1 2 എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. ആ മോസ്കിറ്റോ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും തണുപ്പ് കിട്ടുന്ന ഡയറക്ഷനിലേക്ക് അതിന് പറക്കണം. ഇറ്റ് വിൽ ഗെറ്റ് കൂൾ ആസ് സൂൺ ആസ് പോസിബിൾ. ദ മോസ്കിറ്റോ ഡിസൈഡ്സ് ടു ഫ്ലൈ ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് കൂൾ ആസ് സൂൺ ആസ് പോസിബിൾ. അതിന് ഏറ്റവും തണുപ്പ് കിട്ടുന്ന ഡയറക്ഷനിലേക്ക് പറക്കണം. ഇൻ വാട്ട് ഡയറക്ഷൻ ഷുഡ് ഇറ്റ് മൂവ്, അങ്ങനെയാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കണം പോകുന്നത്. സോ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അതിന് തണുപ്പ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പറക്കുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, ടെമ്പറേച്ചർ കുറഞ്ഞാലേ തണുപ്പ് കിട്ടുള്ളൂ. സോ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുക മീൻസ് ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, എഫ് ആണ്. അതായത് അതിന് എഫ് കുറയുന്ന ഡയറക്ഷനിലേക്കായിരിക്കണം, ടെമ്പറേച്ചർ കുറയുന്ന ഡയറക്ഷനിലേക്കായിരിക്കണം അത് പറക്കേണ്ടത്. അതായത് എഫ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കായിരിക്കണം അത് പറക്കേണ്ടത്. എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏതായിരുന്നു, മൈനസ് del എഫ്. സോ ഇതിന്റെ ഡയറക്ഷൻ ഏതാണ്, മൈനസ് del എഫ്. സോ ഇത് ഇച്ചിരി ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ആ മോസ്കിറ്റോയ്ക്ക് പറക്കണം, അതിന്
തണുപ്പ് കിട്ടുന്ന സ്ഥലത്തേക്ക്. തണുപ്പ് കിട്ടുക മീൻസ് ടെമ്പറേച്ചർ കുറയുക. ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യുന്ന എഫ് ആണ്. എഫ് കുറയുക മീൻസ് എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏത് ഡയറക്ഷൻ ആണ്? മൈനസ് ഡെൽ എഫ്. ഓക്കെ, സോ മൈനസ് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് ഏത് കണ്ടുപിടിച്ചാൽ മതി? 1, 1, 2. സോ അതാണ് പറയുന്നത് എഫ് ഇസ് ഡിക്രീസിങ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് അറ്റ് 1, 1, 2. എഫ് എഴുതുന്നു, ഡെൽ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് എക്സ്, എഫ് ഐ, എഫ് ഇസഡ് കണ്ടുപിടിക്കുന്നു, അറ്റ് ദ പോയിന്റ് 1, 1, 2 ഇവാലുവേറ്റ് ചെയ്യുന്നു, ഡെൽ എഫ് ഫോമുല എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നു. ഇനി നമുക്ക് മൈനസ് ഡെൽ എഫ് ആണ് വേണ്ടത്. ഓക്കെ, ഡയറക്ഷൻ ഏതാണ്? മൈനസ് ഡെൽ എഫ്. സോ മൈനസ് ഡെൽ എഫ് അറ്റ് 1, 1, 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ എഫ് ഇപ്പൊ കിട്ടിയത് 2i + 2j - k. ഇതിന്റെ മൈനസ് കൊടുക്കുന്നു. മൈനസ് ഓഫ് ദിസ് വെക്ടർ എടുത്താൽ എന്ത് വരും? -2i - 2j + k വിച്ച് ഈസ് ദ റിക്വയർഡ് ഡയറക്ഷൻ. വേണമെങ്കിൽ ഇവിടം കൊണ്ട് നിർത്താം, അല്ലെന്നുണ്ടെങ്കിൽ എന്തും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, അതായത് ഈ വെക്ടർ ഡിവൈഡഡ് ബൈ ഇതിന്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും മതി, ഇത്രയും ചെയ്താലും ശരിയാണ്. വേണമെങ്കിൽ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനും കൂടെ കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് അറ്റ് പി നോട്ട് in the direction of a is equal to 2i - 3j + 6k. ഇതെന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് പി നോട്ട് കണ്ടുപിടിക്കാൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. ഓക്കെ, ഇവിടെ ഈ യൂണിറ്റ് വെക്ടർ അല്ല, സോ ഇതിന്റെ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് എ പാർട്ട് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ ബൈ ലെങ്ത് ഓഫ് എ. സോ യൂണിറ്റ് വെക്ടർ കിട്ടി, എഫ് ഓഫ് എക്സ് വൈ സെഡ് എഴുതുന്നു, എഫ് എക്സ്, എഫ് ഐ, എഫ് ഇസഡ് എഴുതുന്നു, അറ്റ് ദ പോയിന്റ് 1, 1, 0 ഇവാലുവേറ്റ് ചെയ്യുന്നു, ഡെൽ എഫ് എഴുതുന്നു. ഇനി എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡി യു എഫ് ഓഫ് 1, 1, 0 എന്ന് എഴുതിയാൽ മതി. ഡി യു എഫ് അറ്റ് 1, 1, 0 എന്ന് എഴുതുന്നേ ഉള്ളൂ. പല പല നൊട്ടേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് എഴുതുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ സംശയം വരാതിരിക്കും. ഇത് ഫോമുല ഡി യു എഫ് ഓഫ് 1, 1, 0 എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഡെൽ എഫ് ഉപയോഗിച്ചു. ഡെൽ എഫ് ഓഫ് 1, 1, 0 ഡോട്ട് യു, അതാണ് ഡെൽ എഫ് ഇവാലുവേറ്റഡ് അറ്റ് 1, 1, 0 ഡോട്ട് യു എന്ന് എഴുതി. ഇങ്ങനൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എഴുതിയാൽ മതി. സോ ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറും കിട്ടി, യുവും കിട്ടിയിട്ടുണ്ട്, തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു, ആൻസർ 4/7 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. അതാണ് ഇമ്പോർട്ടന്റ്. ഇൻ വാട്ട് ഡയറക്ഷൻസ് ഡസ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി നോട്ട് ആൻഡ് വാട്ട് ആർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദീസ് ഡയറക്ഷൻസ്? ഓക്കെ, സോ എന്താണ്, ഏതൊക്കെ ഡയറക്ഷനിലാണ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി നോട്ട് എന്ന് പറയുന്നത്? നമ്മൾ എഫിന്റെ രണ്ട് ചേഞ്ചസ് പഠിച്ചു. എന്തൊക്കെയാണ്? എഫ് ഇൻക്രീസ് ചെയ്യുമ്പം അതല്ലേ നോ ചേഞ്ച് ഇൻ എഫ് വരുന്ന ഓർത്തോണലാവുന്ന കേസ്. എഫിന് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻക്രീസ് ചെയ്യുന്ന കേസും എഫ് ഡിക്രീസ് ചെയ്യുന്ന കേസും. അത് ഏതൊക്കെ ഡയറക്ഷനിലാണ് വരുന്നത്? എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്, അതേപോലെ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ്. സോ അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ചും കൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ അതാണ് പറയുന്നത് ഇവിടെ, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. ഡെൽ എഫ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 2i - 2j - k അറ്റ് ദ പോയിന്റ് 1, 1, 0 ഇല്ലേ, അതാണ് ഇവിടെ എഴുതുന്നത്. ആൻഡ് ഡിക്രീസസ്, എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏതാണ്? മൈനസ് ഡെൽ എഫ്, അതായത് ഇതിന് മൈനസ് കൊടുത്തെഴുതുന്ന വെക്ടർ -2i + 2j + k വരും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ മീൻസ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദീസ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി, ഈ ഡയറക്ഷന്റെ ലെങ്ത് എടുത്താൽ മതി, അതാണ് അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഫസ്റ്റ് ഡയറക്ഷനിൽ, ആദ്യത്തെ കേസിൽ എഫ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്, ലെങ്ത് ഓഫ് ഡെൽ എഫ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അതേപോലെ രണ്ടാമത്തെ എഫ് ഡിക്രീസ് ചെയ്യുന്ന കേസിലെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് ഡെൽ എഫ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ്, എഫ് ഇൻക്രീസ് ചെയ്യുന്ന കേസിലെ റേറ്റ് ഓഫ് ചേഞ്ച് ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്ന് എടുക്കുന്നു. എഫ് ഡിക്രീസ് ചെയ്യുന്ന കേസിലെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ് ആണ്. സോ ലെങ്ത് ഓഫ് ഡെൽ എഫ് ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്, സോ -3 ആണ് ഇവിടെ വരുന്നത്. സോ അതായത് എഫ് ഇൻക്രീസ് ചെയ്യുമ്പം ലെങ്ത് ഓഫ് ഡെൽ എഫ് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് വരുന്നത്. എഫ് ഡിക്രീസ് ചെയ്യുന്ന കേസിൽ നമ്മളൊരു മൈനസ് ഓഫ് ലെങ്ത് ഓഫ് ഡെൽ എഫ് എടുക്കും, കാരണം ഈ മൈനസ് സൂചിപ്പിക്കുന്നത് എഫ് ഡിക്രീസ് ചെയ്യുവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് മാത്രമേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സും ഇവിടെ സെയിം ആയിട്ടായിരിക്കും വരിക. എഫ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് വരും? +3യും, എഫ് ഡിക്രീസ് ചെയ്യുന്ന കേസിൽ -3യും വരും, അത്രേ ഉള്ളൂ. ഓക്കെ.